റൊമേനിയയിൽ വന്നതിന് ശേഷം റൊമേനിയൻ ഫുഡ് ട്രൈ ചെയ്യാം എന്ന വ്യാജേനയാണ് ഞാൻ ഓരോരോ റെസ്റ്റോറൻറ്റ്സിലും കയറി ഇറങ്ങാറ്. പക്ഷേ ഇവിടുത്തെ മെനു കാർഡ് കിട്ടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകും. കാരണം ഒരു സാധനം മനസ്സിലാവില്ല. അധികം റെസ്റ്റോറൻറ്റ്സിലും മെനു കാർഡ് റൊമേനിയയിൽ തന്നെയായിരിക്കും. ഞങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന് വരുമ്പോഴത്തേക്ക് അവസാനം ഞങ്ങൾ എത്തിപ്പെടുക ബിരിയാണി, അതായത് പിസ്സ അല്ലെങ്കിൽ ബർഗർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇന്നും അതേപോലെ തന്നെ അവസാനിച്ചിരിക്കുന്നു ശുഭമായിട്ട്. ഞങ്ങൾ ആദ്യം ഒരു ലെമണേഡ് പറഞ്ഞു. ഇവരാദ്യം ഡ്രിങ്ക്സ് കൊണ്ട് വെക്കും കേട്ടോ. അപ്പം ഞാനത് കുടിച്ചു തുടങ്ങി. ദേ വന്നിരിക്കുന്നു നമ്മളുടെ നായകൻ പിസ്സ. ഞങ്ങൾ ഇതാണ് ഓർഡർ ചെയ്തത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഒരു പിസ്സ പറഞ്ഞാൽ മതി, കാരണം അത് അത്യാവശ്യം ഉണ്ടാവുന്നു. പക്ഷേ എൻ്റെ കെട്ടിയവന് ഭയങ്കര വിശപ്പുള്ളത് കൊണ്ട് വന്നപാട് തന്നെ കുറേ എനിക്ക് വീഡിയോ പോലും എടുക്കാനുള്ള ടൈം തന്നില്ല. പകുതി ഫുഡ് കഴിച്ചു. അപ്പം ഞങ്ങൾ 2 ടൈപ്പാണ് പറഞ്ഞത്. ഒന്ന് സ്പൈസി ആയിട്ടുള്ള, എൻ്റെ മുന്നിലിരിക്കുന്നത് ആ പിസ്സയാണ്. അതിൻ്റെ പേര് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, സോറി, എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല. ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് 4 സീസണിങ്, ഡിഫറെൻറ്റ് സീസണിങ് വരുന്ന പിസ്സയാണ്. അതിനകത്ത് എനിക്ക് ആ വെജീസ് വന്നത് ഒട്ടും ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതിനകത്ത് സലാമി ആൻഡ് മഷ്റൂം, സലാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈഡ് പോർക്കും അല്ലെങ്കിൽ ബീഫ്, നമ്മൾ സോസേജ് പോലത്തെ അത് വെച്ചിട്ടാണ്. അപ്പോൾ സലാമീൻ്റെ ടേസ്റ്റ് എനിക്ക് ഓക്കെയാണ്, പക്ഷേ വെജീസിൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇതാ, നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണോ കഴിക്കാറ്, അല്ലെങ്കിൽ ഇങ്ങനെ പിസ്സ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ക്രസ്റ്റ് ഭാഗം കഴിക്കില്ല കേട്ടോ, ആ അവസാനത്തെ താഴേക്കുള്ളത് ഞാനതും കഴിക്കും. എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റസ്ക് പോലെ കിടക്കുമല്ലോ, അതിങ്ങനെ കടിച്ച് തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബാക്കിയുള്ള ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്തു കേട്ടോ. ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കഴിക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഡെസേർട്ട് അത് നിർബന്ധമാണല്ലോ. അപ്പം ഞാനൊരു ഇറ്റാലിയൻ ഡെസേർട്ട് ആയിട്ടുള്ള ടിറാമിസു ഓർഡർ ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, നല്ലൊരു ഡെസേർട്ടാണ് കേക്ക്. അതന്നെയാണ്, നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. ഞാൻ സ്നേഹത്തോടെ വെച്ച് നീട്ടുന്ന സാധനം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തം ഫോർക്ക് എടുത്തിട്ട് കഴിക്കുക, അങ്ങനെ ഞാൻ സമ്മതിക്കുമോ? ഞാനപ്പോൾ കൊടുത്തു, ആൾക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം സ്വീറ്റും അല്ല, ഓവർ സ്വീറ്റ് അല്ല, പക്ഷേ ഒരു ടേസ്റ്റ്. മേലെ അവർ കോഫി പൗഡർ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഇടയ്ക്ക് തരിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നൈസ്. കുറച്ച് ഹെവി ആയി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ വിചാരിച്ച ഒരു ചെറിയ പീസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, ഇത് കുറച്ച് കൂടുതലായിപ്പോയി. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. തണുക്കുന്നു